വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ടാങ്കർ ലോറി ഉടമകൾ പണിമുടക്ക് തുടങ്ങി. GST വിഹിതം ലോറികളിൽ നിന്ന് ഈടാക്കാനുള്ള എണ്ണ കമ്പനികളുടെയും നികുതി വകുപ്പിന്റെയും നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇന്ത്യൻ ഓയിൽ ഒഴികെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഇന്ധന വിതരണം തടസ്സപ്പെടുന്നതിനാൽ സംസ്ഥാനത്തെ പകുതിയിലേറെ പെട്രോൾ പമ്പുകളെയും ബാധിക്കും. GST അടയ്ക്കേണ്ടത് ഓയിൽ കമ്പനികളാണ്. എന്നാൽ ഈ HPCL-ഉം BPCL-ഉം കൺസൈൻമെന്റ് നോട്ട് ഇല്ലാതെ ബിസിനസ് നടത്തിയതിൻ്റെ പേരിൽ 18% GST അടയ്ക്കണമെന്നാണ് പറയുന്നത്. അതിൽ 5% കമ്പനി അടച്ചിട്ടുണ്ട്. ബാക്കി 13% ഞങ്ങളോട് അടയ്ക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ്. അത് ലക്ഷങ്ങളും കോടികളുടെ അടുക്ക വരെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്ന ഏകദേശം 650ഓളം ടാങ്കർ ലോറികളാണ്. പിന്നെ ഇന്ധന വിതരണം ഏകദേശം ഭാഗികമായിട്ടല്ല, ഒരു 65% ബാധിക്കും. അത് പോകില്ല. ഇവിടെ നിന്നാണ് ഈ 2 കമ്പനികളിൽ നിന്നും 65% പോകുന്നുണ്ട്. ഈ വിഷയം പരിഹരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു. ഇത് കഴിഞ്ഞ ഏപ്രിൽ മാസം തുടങ്ങിയതാണ്. അതിപ്പോൾ 11 മാസം കഴിഞ്ഞ് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്തു, ഞങ്ങൾ കത്തുകൾ കൊടുത്തു. കമ്പനി പരിഹരിക്കാം എന്ന് പറഞ്ഞ് കത്തുകൾ അവിടെ വച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ മേൽ കമ്പനികൾ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇന്നത്തെ ഒരു സാഹചര്യം ഉണ്ടായത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനൊപ്പം ചേരുന്നു. സനോജ്, ടാങ്കർ ലോറി ഉടമകളുടെ വാക്കുകളിൽ വ്യക്തതയുണ്ട്. വ്യക്തതയില്ലാത്തത് കമ്പനികളുടെയും GST ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രതികരണത്തിലാണ്. സനോജ്, കേൾക്കാമോ? വലിയ സാമ്പത്തിക ബാധ്യതയാണ് ടാങ്കർ ലോറി ഉടമകൾക്ക് മുന്നിൽ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ സമരത്തിലേക്ക് ഈ ടാങ്കർ ലോറി ഉടമകൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇന്നു മുതൽ അനിശ്ചിതകാല സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സമരത്തിന് മുന്നോടിയായി തന്നെ BPCL-ഉം HPCL-ഉം അവരുടെ പമ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരമാവധി ഇന്ധനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ സമരം അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ അത് എണ്ണ വിതരണത്തെ വലിയ തോതിൽ ബാധിക്കും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പുകളിൽ മാത്രമാവും വരും ദിവസങ്ങളിൽ ഇന്ധനം ലഭിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുമ്പനത്തുള്ള BPCL-ൻ്റെയും HPCL-ൻ്റെയും സ്ഥാപനങ്ങൾക്ക് മുമ്പിലാണ്. ഇവിടെ നിരവധി ടാങ്കർ ലോറികൾ ഉൾപ്പെടെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഭൂരിഭാഗം ടാങ്കർ ലോറി ഉടമകളും ഇന്ന് സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ധന വിതരണം ഏകദേശം 65% തടസ്സപ്പെടുമെന്നുള്ളതാണ് ടാങ്കർ ലോറി ഉടമകൾ നൽകുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 5% GST വിഹിതമാണ് കമ്പനി അടച്ചിരുന്നത്. 13% GST വിഹിതം അടയ്ക്കാതിരിക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ GST ഡിപ്പാർട്ട്മെൻറ്റും കമ്പനിയുമായുള്ള തർക്കങ്ങളുടെയൊക്കെ ഭാഗമായി ഈ 2015 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി 15% GST വിഹിതം കൂടി ടാങ്കർ ലോറി ഉടമകൾ അടയ്ക്കണമെന്നുള്ളതാണ്. അങ്ങനെ അടയ്ക്കണമെന്ന നിർദ്ദേശത്തിൻ്റെ ഭാഗമായി 9 കോടിയിൽ പരം രൂപ അടയ്ക്കണമെന്നുള്ള നോട്ടീസൊക്കെ പല ടാങ്കർ ലോറി ഉടമകൾക്കും വന്നിട്ടുണ്ട്. മാത്രമല്ല 1ഉം 2ഉം ടാങ്കർ ലോറി ഉള്ള ആളുകൾക്കൊക്കെ വലിയ ഭീമമായ തുകയാണ് ഇത്തരത്തിൽ GST വിഹിതമായി അടയ്ക്കണമെന്നുള്ള അറിയിപ്പ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വാഹനം നിരത്തിലിറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BPCL-ലും HPCL-ലും ടാങ്കർ ലോറി ഉടമകൾ പലതവണ കത്ത് നൽകിയിരുന്നു, സൂചന പണിമുടക്കം നടത്തിയിരുന്നു. എന്നാൽ അതിനൊന്നും പരിഹാരമാവാതെ വന്നതോടുകൂടിയാണ് ഇന്നു മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സമരം അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ എണ്ണ വിതരണത്തെ പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ടാങ്കർ ലോറി ഉടമകൾ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഈ GST വിഹിതം കൃത്യമായി അടയ്ക്കുകയും ആ പ്രശ്നം നേരത്തെ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ BPCL-ലും HPCL-ലും ഈ പ്രശ്നം പരിഹരിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. എന്തായാലും സമരം ആരംഭിച്ചിരിക്കുന്നു. സമരം അനിശ്ചിതകാലമായി തുടരുവാൻ തന്നെയാണ്, അതായത് ഈ വിഷയം പരിഹരിക്കുന്നതുവരെ മുൻപോട്ട് പോകാൻ തന്നെയാണ് ടാങ്കർ ലോറി ഉടമകളുടെ തീരുമാനം. ഈ ടാങ്കർ ലോറി ഉടമകൾ സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ന് എറണാകുളം ജില്ലാ കളക്ടർ ടാങ്കർ ലോറി ഉടമകളുടെ നിലപാട് എന്താണെന്നും അവരുടെ ആവലാതികൾ എന്താണ് എന്ന് അറിയുന്നതിൻ്റെ ഭാഗമായി അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ് എറണാകുളം കളക്ടറേറ്റിൽ ടാങ്കർ ലോറി ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്, സംസ്ഥാനത്തെ ടാങ്കർ ലോറി ഉടമകളുടെ അനിശ്ചിതകാല സമരം പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ഇടപെടുന്നു. രാവിലെ 10 മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ട്. 65%-ലേറെ ഇന്ധന വിതരണം തടസ്സപ്പെടാൻ സാധ്യത. വിവരങ്ങൾ നൽകുകയായിരുന്നു സനോജ് സുരേന്ദ്രൻ.
ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേക ഓഫ് റോഡ് ട്രാക്ക് ഒരുക്കി തിരുവനന്തപുരത്തെ ജീപ്പേഴ്സ് ക്ലബ്ബ്. വിളപ്പിൽശാല കടമ്പു എസ്റ്റേറ്റിലാണ് ഓഫ് റോഡ് ട്രാക്കിലെ സാഹസിക യാത്ര. സാഹസിക യാത്രകളെ പ്രണയിക്കുന്നവർക്ക് തിരുവനന്തപുരത്ത് ഒരു ഓഫ് റോഡ് ട്രാക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. വിളപ്പിശാലയിലെത്തിയാൽ ഈ ട്രാക്കിലെ കാഴ്ചകൾ കാണാം. വിളപ്പിശാല കടമ്പു എസ്റ്റേറ്റിലാണ് ഓഫ് റോഡ് സാഹസിക ഇവന്റ് നടത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ 4 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദുർഘടമായ പാത. പാതയിൽ നിറയെ വലിയ കുണ്ടും കുഴികളും. ഡ്രൈവിംഗ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഓഫ് റോഡ് ട്രാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. കുടുംബസമേതം ആസ്വദിക്കാവുന്ന തരത്തിലായിരുന്നു ജീപ്പേഴ്സ് ക്ലബിന്റെ പരിപാടി. ട്രിവാൻഡ്രത്ത് ഒരു ഓഫ് റോഡ് ട്രാക്ക് എന്ന് പറയുന്നത് ആദ്യമാണ്. ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു സംഭവമില്ല. പൊതുവേ സെൻട്രൽ കേരള ആൻഡ് നോർത്ത് കേരളയാണ് ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് കോമ്പറ്റീഷൻസും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങോട്ടാണ്. ഇങ്ങോട്ട് ഇങ്ങനെയില്ല. ട്രിവാൻഡ്രത്ത് ഓഫ് റോഡ് ട്രാക്ക് ഫസ്റ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രം ജീപ്പേഴ്സാണ്. 4 വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് ട്രാക്കിൽ ഓടിക്കാനാകുന്നത്. വണ്ടി നേരത്തെ ഉപയോഗിക്കുന്നെങ്കിലും ഇത് റോഡിൽ ഓടിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ട്രൈ ചെയ്തപ്പോൾ ഇതൊരു വളരെ എന്താ പറയുക, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. ട്രാക്ക് എക്സ്പീരിയൻസ് സൂപ്പറാണ്. നോർമലി നമ്മൾ ഇത്രയും വലിയൊരു ടെറൈൻ നമുക്ക് കിട്ടാറില്ല. പല ഡിഫറെന്റ് ടെറൈൻ ഉണ്ട് ഇവിടെ. അപ്പൊ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പം ഇപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ട് നടന്നിട്ട് നമുക്ക് നോർമലി ഹൈവേയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എത്രത്തോളം ഹഡിൽസും എത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ ഉള്ള റോഡിൽ കൂടെ എങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലബ് അംഗങ്ങൾക്ക് പുറമെ 4x4 വാഹനങ്ങളുള്ളവർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പങ്കെടുക്കുവാൻ അവസരം നൽകിയിരുന്നു. ഓഫ് റോഡ് സാഹസികത കൂടുതൽ പേർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് സ്വന്തമായി ട്രാക്ക് ഒരുക്കിയത്. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. നടനും രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുനിൽ ഗോപി കോയമ്പത്തൂരിൽ അറസ്റ്റിൽ. സ്വത്ത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിലാണ് കോയമ്പത്തൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂർ GN മിൽ റോഡിലെ ഗിരിധരന്റെ പരാതിയിലാണ് നടപടി. നവക്കര മാവുത്തമ്പതി വില്ലേജിലെ മയിൽസ്വാമിയുടെ 4.52 ഏക്കർ ഭൂമി സുനിൽ ഗോപി വാങ്ങിയിരുന്നു. എന്നാൽ സിവിൽ കേസുണ്ടായതോടെ സ്ഥലവിൽപ്പന കോടതി അസാധുവാക്കി. ഇക്കാര്യം മറച്ചുവെച്ച് വ്യവസായിയായ ഗിരിധരന് സ്ഥലം കൈമാറാനായി 97 ലക്ഷം രൂപ മുൻകൂർ കൈപ്പറ്റുകയും 2021 നവംബർ 24-ന് രജിസ്ട്രേഷൻ നടത്തിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഭൂമി വിൽപ്പനയിൽ വഞ്ചിക്കപ്പെട്ടുവെന്നാരോപിച്ച് സുനിൽ ഗോപി, പണമിടപാടിന് സാക്ഷികളായ റീന, ശിവദാസ് എന്നിവർക്കെതിരെ ഗിരിധരൻ പരാതി നൽകി. തുടർന്ന് കോയമ്പത്തൂർ പോലീസ് കോഴിക്കോട് നിന്നാണ് സുനിൽ ഗോപിയെ അറസ്റ്റ് ചെയ്തത്. അല്ലു അർജുൻ നായകനായ പുഷ്പയിലെ ഹിറ്റ് ഗാനം ക്ലാസ്സിൽ ഒരുമിച്ച് പാടി താരമായിരിക്കുകയാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികളും അധ്യാപികയും. മലപ്പുറം തുറക്കൽ HMSA UP സ്കൂളിലെ കുട്ടികളാണ് ക്ലാസ്സിനിടെ ശ്രീവല്ലി ഗാനം പാടിയത്. അധ്യാപികയായ സുമയ്യ സുമം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്. തുറയ്ക്കൽ HMSA UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ശ്രീവള്ളി ഗാനവുമായി സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്.
ഇതിന് പിന്നിൽ അധ്യാപികയായ സുമയ്യ സുമവുമുണ്ട്. ക്ലാസ്സിനിടെ വിദ്യാർത്ഥികൾ പറഞ്ഞ പോയിന്റുകൾ ബോർഡിൽ എഴുതുന്നതിനിടെയാണ് മിൻഹാൻ എന്ന വിദ്യാർത്ഥിയുടെ മൂളിപ്പാട്ട് കേട്ടത്. ആരാണ് പാടിയതെന്ന് അന്വേഷിച്ചപ്പോൾ ടീച്ചറെ, കലാവാസനയുള്ള വിദ്യാർത്ഥികളെ തളർത്തരുതെന്ന രസകരമായ മറുപടിയാണ് മറ്റു കുട്ടികളിൽ നിന്ന് ലഭിച്ചത്. ഇതോടെയാണ് സുമയ്യ എല്ലാവർക്കുമായി പാടാൻ അവസരം നൽകിയത്. പിന്നെ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് പുഷ്പയിലെ ശ്രീവള്ളി എന്ന ഗാനം കുട്ടികൾ പാടിയത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പാടാൻ അവസരം തരാം, നിങ്ങൾ എഴുതിയെടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അങ്ങനെ കലാവാസന നശിപ്പിക്കരുത് ടീച്ചറെ എന്ന് പറഞ്ഞു. തമാശ രൂപേണ ഞാനും മക്കളും അത് തമാശ രൂപേണ എടുത്തു. അപ്പം ഞാൻ അവർക്ക് എന്നാൽ നിങ്ങൾ പാടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ കൊടുത്തു. അങ്ങനെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ശ്രീവല്ലി ഗാനം ഉണ്ടാകുന്നത്. രസകരമായ സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുള്ള സുമയ്യ കുട്ടികളുടെ ഗാനവും പങ്കുവച്ചതോടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് വീഡിയോ തരംഗമായി അത് മാറി. അഭിനന്ദനവുമായി നിരവധി പേരാണ് എത്തുന്നത്. ചിലയിടങ്ങളിൽ നിന്ന് പാട്ടിന് വിമർശനവും കേൾക്കേണ്ടി വന്നെങ്കിലും കുട്ടികൾക്ക് സന്തോഷം പകരാനായതിന്റെ സംതൃപ്തിയിലാണ് ഈ അധ്യാപിക. ന്യൂസ് 18 തിരൂർ. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാകുന്നു. നമസ്കാരം.